ഇല്ല, ഓണക്കാലത്ത് സ്റ്റോക്ക് മാർക്കറ്റ് നടക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ഓണത്തിനും വർക്കിംഗ് ഡേ ആണ്. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മിക്കവാറും കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഞാൻ കാണുന്നത് വർക്കിംഗ് ഡേയ്സിലാണ് സ്റ്റോക്ക് മാർക്കറ്റ് അന്നും ഫങ്ഷനിങ് ആണ്. ഈ മാർക്കറ്റിനകത്തൊരു സ്ലൈറ്റ്ലി ഒരു ഡള്ളായിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഡയറക്ഷൻ ഇല്ല, സൈഡ് വൈസ് ആയിട്ടുള്ള മാർക്കറ്റാണ്. ഈ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സെൻറ്റിമെൻറ്റ്സിനെ ബാധിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും നമുക്കറിയാം, നമ്മൾ ഒരു നാൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ടേലുമൊക്കെ പണം നിക്ഷേപിക്കത്തില്ല. 2.11 lakh crores ആയിരുന്നു. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓണത്തിന് മുന്നോടിയായിട്ട് ഈ ഡീലേഴ്സും മറ്റുമൊക്കെ സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങും. ഒരു മാസം മുന്നേ സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങും സാധനങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റിയൊക്കെ നന്നായിട്ട് നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് വന്നാൽ മാർക്കറ്റ് ഇൻസൈറ്റ്സ് വിത്ത് DBFSന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കൊപ്പം അതിഥിയായിട്ടുള്ളത് DBFS MD പ്രിൻസ് ജോർജ് ആണ്. വെൽക്കം സർ. താങ്ക് യു. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും മൈഫിൻ TV പ്രേക്ഷകർക്കും എല്ലാം എൻ്റെയും DBFSൻ്റെയും ഓണാശംസകൾ. ആദ്യം തന്നെ നമുക്ക് എന്തായാലും മാർക്കറ്റിന്റെ ഒരു കറണ്ട് സിനാരിയോ ഒക്കെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 7 ദിവസത്തോളമായിട്ട് ശക്തമായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷറൊക്കെയാണ് മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. എന്നാൽ ഇപ്പോൾ വീണ്ടും ഒരു റീബൗണ്ടും മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും ഇതിനൊരു റിലീഫ് റാലി ആയിട്ടാണോ താങ്കൾ കാണുന്നത്, അതോ ഒരു മാർക്കറ്റ് സെന്റിമെന്റ് മാറുന്നു എന്നതിന്റെ സൂചനയാണോ? സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ടിപ്പിക്കൽ മൂവ്മെൻറ്റുകളെന്ന് പറഞ്ഞാൽ അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. ഇടയ്ക്ക് കയറ്റം ഇറക്കമൊക്കെ ഉണ്ടാവും. പക്ഷെ കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് ഈ മാർക്കറ്റിനകത്തൊരു സ്ലൈറ്റ്ലി ഒരു ഡള്ളായിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഡയറക്ഷൻ ഇല്ല, സൈഡ് വൈസ് ആയിട്ടുള്ള മാർക്കറ്റാണെന്ന് പറയും. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ശരിയാണ്. കഴിഞ്ഞ ഒരാഴ്ചത്തെ നോക്കിയാൽ എല്ലാ ദിവസവും ചെറിയ ഒരു എന്താ പറയുക, ഗ്യാസ് പോകുന്ന സിറ്റുവേഷൻ, ഒരു പഞ്ചറാകുമ്പോൾ പോകുന്ന സിറ്റുവേഷനാണ്. മാർക്കറ്റ് ചെറുതായിട്ട് അതിൻ്റെ സ്റ്റീം പോയിട്ട് താഴേക്ക് വരുന്നൊരു ഫീലാണ്. അപ്പോൾ ഒരു ഡ്രിഫ്റ്റ് ഡൗൺ ഫീലിംഗ് എന്ന് പറയും. പക്ഷേ ആ ഒരു ഫീലിങ്ങിനകത്ത് എന്താ അർത്ഥം, മാർക്കറ്റ് വലുതായിട്ട് ഇടിഞ്ഞു എന്നൊന്നുമില്ല. മാർക്കറ്റ് ഇപ്പം നോക്കുകയാണെങ്കിൽ ഇൻഡെക്സൊക്കെ ഇപ്പം നിഫ്റ്റിയൊക്കെ 30 പോയിൻറ്റും 50 പോയിൻറ്റും ഒക്കെ ഒരു ദിവസം മൂവ്മെൻറ്റ് വരുന്നത്. തിരിച്ചിപ്പം ലാസ്റ്റ് ഡേയിൽ വെള്ളിയാഴ്ച മാർക്കറ്റിലൊരു റിക്കവറിക്കുള്ള ഒരു സൂചനകൾ കാണിച്ചു ആദ്യമായിട്ട് 7 ദിവസത്തെ സെല്ലിങ്ങിന് ശേഷം. നമ്മളതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഈ 7 ദിവസത്തെ ട്രേഡിങ്ങിന് കൊടുക്കേണ്ട എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മൊത്തത്തിലുള്ള മാർക്കറ്റിൻ്റെ കോണ്ടെക്സ്റ്റ് നോക്കുമ്പം ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമോ 2 വർഷമായിട്ട് നമ്മുടെ മുന്നിൽ പലതരത്തിലുള്ള ഇഷ്യൂസ്, പ്രത്യേകിച്ചും ഒരു താരിഫുമായിട്ട് ട്രംപ് വന്ന ഒരു പീരീഡ് ഏപ്രിൽ 2024 ആ ഒരു പീരീഡിന് ശേഷം ഇപ്പോൾ 2 വർഷമായിട്ട് നമ്മൾ ആക്ച്വലി എല്ലാ ദിവസവും ഓരോ പുതിയ ന്യൂസുകളും, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസും, യുദ്ധങ്ങളും, പിന്നെ അവസാനം ഇപ്പം ഗൾഫിലുള്ള യുദ്ധങ്ങളും, ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകുന്നതും, വീണ്ടും താരിഫ് എടുത്തു കളയുന്നതും, വീണ്ടും കൊണ്ടുവരുമെന്ന് പറയുന്നതുമായിട്ട് ഒരു അൺസർട്ടനിറ്റി നമ്മുടെ മുന്നിൽ നിൽക്കുക എപ്പോഴും. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ലോകത്ത് വലിയ പല കാര്യങ്ങളും ടെക്നോളജി ലെവലിലൊക്കെ AI പോലെയുള്ള ടെക്നോളജി വരുന്നു. അപ്പം ആളുകൾക്ക് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടും, ചില രാജ്യങ്ങൾക്ക് വരുമാനം കുറയും എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സെൻറ്റിമെൻറ്റ്സിനെ ബാധിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും നമുക്കറിയാം, നമ്മൾ ഒരു നാൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ടേലുമൊക്കെ പണം നിക്ഷേപിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു അൺസർട്ടനിറ്റിയാണ്, ഭാവി എന്താണെന്ന് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ചൊന്ന് കഴിഞ്ഞ് മാർക്കറ്റുകളൊക്കെ റിക്കവർ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ അൺസർട്ടനിറ്റി മാറുന്ന സമയത്തോ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇൻഡിവിജ്വൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മാത്രമല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ അങ്ങനെ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് അപ്രോച്ച് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഓക്കെ, ഏതായാലും പ്രശ്നങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിയട്ടെ, ഒരു ക്ലാരിറ്റി ആയി കഴിയുമ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ അവരുടെ ഒരു ആക്ഷനും ട്രേഡേഴ്സും ഒക്കെ ഉണ്ട് മാർക്കറ്റിൽ. അതായത് ഈ ഷോർട്ട് ടൈം ബേസിസിൽ മാർക്കറ്റ് കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ട്രേഡേഴ്സൊക്കെ ഉണ്ട്, ട്രേഡ് ചെയ്യുന്നവർ. അവരും പൊതുവേ ഒന്ന് സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. കാര്യം അവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലൊരു വോളറ്റാലിറ്റിയോ മൂവ്മെൻറ്റോ മാർക്കറ്റിൽ കിട്ടുന്നില്ല. അപ്പോൾ ഈ 2 കാരണങ്ങളാൽ ഇവരുടെ 2ൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ റെഗുലേറ്ററി റീസൺസും ഉണ്ട്. ഇപ്പം സെബിയുടെ കുറേയേറെ നിയന്ത്രണങ്ങളും കുറേയേറെ റെഗുലേഷൻസും കൊണ്ടുവന്നു. മാർക്കറ്റിൻ്റെ ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു നല്ല ഒരു കാര്യത്തിനായിട്ടാണ് അത് കൊണ്ടുവന്നത്. പക്ഷേ അത് മാർക്കറ്റിലുള്ള പാർട്ടിസിപ്പൻസിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് പ്രൊപ്രൈറ്ററി ട്രേഡിങ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ ബാങ്ക് ഫണ്ടിങ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അത് ഒന്ന് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇപ്പോൾ മാർക്കറ്റിൽ കാണുന്നത്. അതായത് നമുക്കൊരു പോസിറ്റീവ് ന്യൂസുകളുടെ അഭാവം എന്ന് പറയാം, വലിയ നെഗറ്റീവ് ന്യൂസുകളില്ല. കാര്യം ക്രൂഡ് ഓയിൽ പ്രൈസ് കയറി എന്ന് ഒഴിച്ചാൽ വലിയ നെഗറ്റീവ് ന്യൂസുകളില്ല. ഈ യുദ്ധം കൊണ്ട് നമുക്ക് ഇപ്പോൾ ക്വാർട്ടർലി റിസൾട്ടുകളൊക്കെ നോക്കിയാൽ നമ്മളെ അധികം ബാധിച്ചിട്ടില്ല. പക്ഷേ സെൻറ്റിമെൻറ്റ്സിനെ ബാധിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ആ കമ്പനികളെ മോശമായിട്ടില്ല, എക്കണോമി മോശമായിട്ടില്ല, ഇൻഫ്ലേഷൻ വലിയ തോതിലൊന്നും കയറിയിട്ടില്ല.
ക്രൂഡ് ഓയിൽ പ്രൈസ് കയറി, അത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ കുറച്ചൊക്കെ ഒരു അഡീഷണൽ ഫോറിൻ കറൻസി കുറച്ച് വീക്കായി. ഇതാണ് നമ്മുടെ കോണ്ടെക്സ്റ്റ്. പക്ഷേ ഒരു വലിയ ക്രാഷിനുള്ള അല്ലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു വലിയ സെല്ലിങ്ങിനുള്ള ഒരു റീസൺസ് ഒന്നും അല്ല അത്. പക്ഷേ എന്തുകൊണ്ട് മാർക്കറ്റ് കയറുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനുള്ള രീതിയിലുള്ള ഒരു ട്രിഗർ, ഒരു പോസിറ്റീവ് ട്രിഗർ മാർക്കറ്റിൽ ഇതുവരെ ഇല്ല. കാര്യം യുദ്ധം ഇപ്പം തീരും, ഇപ്പം തീർന്നു, നാളെ തീരും എന്നൊക്കെ പറഞ്ഞ് ഈ ട്രൂത്ത് സോഷ്യൽ വഴി ഡൊണാൾഡ് ട്രംപ് പല പ്രസ്താവനകളും ഒക്കെ വിടും. പക്ഷേ യുദ്ധം തീരുന്നില്ല. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. ക്രൂഡ് ഓയിൽ പ്രൈസ് ഇപ്പോൾ ഹോർമുസ് സ്ട്രെയിറ്റ് അടയ്ക്കത്തില്ല, തുറക്കുമെന്നൊക്കെ പറയും, പിന്നെയും അത് അടയ്ക്കും, പിന്നെയും കപ്പലുകൾ മൂവ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു 100% ഒരു ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങളൊക്കെ തീർന്നു, ലോകം പഴയ പോലെ നോർമലായി, നമുക്കിനി നമ്മുടെ ഗ്രോത്തിലേക്ക് ഫോക്കസ് ചെയ്യാം, അല്ല നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിയിലേക്ക് ഫോക്കസ് ചെയ്യാം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ മാർക്കറ്റിൽ ഒരു ട്രിഗർ ഒന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നത്. ഇത് പറഞ്ഞാലും ഈ കഴിഞ്ഞ ഒരു 2 വർഷം കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റുകളുടെ ഇൻഡെക്സുകളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ നാരോ റേഞ്ചിലാണ്. 26,500 എന്നുള്ളൊരു ഹൈ പോയി, പിന്നെ തിരിച്ച് ഒരു 21,000 വരെ താന്നു വന്നു. അതിനുശേഷം ഒരു 23,000-24,000 ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഈ ലെവലെന്ന് പറഞ്ഞാൽ ഒരു നോർമൽ രീതിയിലുള്ളൊരു മാർക്കറ്റ് മൂവ്മെൻറ്റ് അല്ല ഇത്. സാധാരണ രീതിയിൽ ഒന്നെങ്കിൽ അത് മുകളിലേക്കോ താഴേക്കോ ഒക്കെ പോകേണ്ടതായിരുന്നു. അങ്ങനെ പോയിട്ടില്ല. ഒരു റേഞ്ചിനുള്ളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇതിനിടയ്ക്ക് കമ്പനികൾ പലതും ഗ്രോ ചെയ്തു. ഇപ്പോൾ ഈ ക്വാർട്ടർലി റിസൾട്ടൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ചില കമ്പനികളൊക്കെ 20-30% ഒക്കെ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വാല്യുവേഷൻസ് ഒക്കെ വളരെ അട്രാക്റ്റീവായി, സ്റ്റോക്കിൻ്റെ പ്രൈസുകളൊക്കെ അട്രാക്റ്റീവായി. ഇനി മാർക്കറ്റ് വെയിറ്റ് ചെയ്യുന്ന ചില ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് വരണം. എന്തൊക്കെയാണ് നമുക്ക് മുന്നേ വരാവുന്നത്? ഒന്നെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ യുദ്ധം തീർന്നു, ക്രൂഡ് ഓയിലിൻ്റെ വില കുറച്ചുകൂടെ താഴ്ന്നൊരു $70 വന്നു എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ന്യൂസ്. രണ്ടാമത് വരാവുന്നത് US ഒരു താരിഫ് ഇന്ത്യയുടെ മേൽ കൊണ്ടുവന്നിരുന്നു. പിന്നെ അതിൻ്റെ ഡെഡ് ലൈനൊക്കെ കഴിഞ്ഞു, ജൂലൈയിലായിരുന്നു. പക്ഷേ ട്രംപിന് വേറെ തിരക്കുകളും അദ്ദേഹത്തിൻ്റെ ഇലക്ഷനൊക്കെ വരുന്നു, ഇപ്പോൾ November 4th വരുന്നുണ്ട്. ഏതായാലും പുതിയ താരിഫൊന്നും പുള്ളി അനൗൺസ് ചെയ്തിട്ടില്ല. അതിന് മുമ്പായിട്ട് നമുക്ക് അവരുമായിട്ടൊരു ട്രേഡ് ഡീലിൽ ഏർപ്പെടാൻ പറ്റിയാൽ ഇന്ത്യയുടെ ഒരു ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ണർ എന്നുള്ള രീതിയിൽ US-ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നന്നായിട്ടിരുന്നാൽ നമ്മുടെ പല കമ്പനികൾക്കും അത് നല്ലതാണ്. അപ്പോൾ അതൊരു പോസിറ്റീവ് ന്യൂസാണ്. മൂന്നാമത്, ഇപ്പം നമുക്ക് ഫെസ്റ്റിവൽ സീസൺ, ഇപ്പോൾ ഓണത്തോടുകൂടി ഫെസ്റ്റിവൽ സീസൺ തുടങ്ങുക. അപ്പോൾ ഈ ഫെസ്റ്റിവൽ സീസണിൽ സാധാരണ രീതിയിൽ എല്ലാ കമ്പനികളും ചെയ്യുന്ന ബിസിനസ്സിൻ്റെ നല്ലൊരു ശതമാനം ഈ ഫെസ്റ്റിവൽ സീസണിലാണ്. ഈ ഒരു ഏതാണ്ട് ഓഗസ്റ്റ് പകുതി തൊട്ട് ജാനുവരി 10-15 വരെ നീളുന്ന ഒരു ഫെസ്റ്റിവൽ സീസൺ ഉണ്ട് നമുക്ക്. ഇതിനിടയ്ക്ക് ഓണമുണ്ട്, ദീപാവലിയുണ്ട്, പലതരത്തിലുള്ള ഫെസ്റ്റിവൽസ് ഉണ്ട്, ന്യൂ ഇയർ ഉണ്ട്, അപ്പോൾ ഈ ക്രിസ്മസ് ഉണ്ട്. ഇങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം കൂടെ വരുന്ന സമയത്താണ് ശരിക്കും എല്ലാത്തരം കാറുകളുടെ സെയിൽ കൂടുന്നു, മറ്റു തരത്തിലുള്ള ഡ്രസ്സുകളുടെ സെയിലും എല്ലാ തരത്തിലുമുള്ള ബിസിനസ് ആക്ടിവിറ്റി ഫ്ലറിഷ് ചെയ്യുന്ന ഒരു പീരീഡാണ്. അപ്പോൾ ഈ ഫെസ്റ്റിവൽ സീസൺ കഴിഞ്ഞ വർഷത്തേക്കാളും നന്നായിട്ട് വരികയാണെങ്കിലും അതൊരു പോസിറ്റീവ് ന്യൂസാണ്. പിന്നെ ഇപ്പം മൺസൂണിനെ സംബന്ധിച്ചൊരു ആശങ്ക ഉണ്ടായിരുന്നു ജൂണിൽ. പക്ഷേ ഇപ്പോൾ പറയുന്ന മൺസൂൺ ഏതാണ്ട് എല്ലായിടത്തും സ്പ്രെഡായിട്ട് വന്നിട്ടുണ്ട്. വലിയ രീതിയിൽ പണ്ട് ആദ്യം പറഞ്ഞ പോലത്തെ ഉള്ള ഒരു എൽനിനോ എഫക്റ്റോ ആശങ്കയോ ഇല്ല. കഴിഞ്ഞ വർഷത്തേക്കാളും കുറവാണ്. എന്നാലും നമ്മുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനെ ഒന്നും അത് ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ന്യൂസുകളാണ് വരുന്നത്. അത് ഇപ്പം അടുത്ത മാസം കൊണ്ടൊക്കെ മൺസൂൺ കൺക്ലൂഡ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ചുകൂടെ വൈഡ് സ്പ്രെഡായിട്ട്, ഇപ്പം നമ്മുടെ കേരളത്തിലെ മഴയ്ക്കൊന്നും കുഴപ്പമില്ല, പക്ഷേ ഇന്ത്യയിൽ പൊതുവെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഡെഫിസിറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം നല്ല രീതിയിലുള്ള റെയിൻഫോൾ കിട്ടുകയും അവിടെയൊക്കെ ഈ സീസണലായിട്ടുള്ള അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി പിക്കപ്പ് ചെയ്യുകയും ചെയ്താൽ റൂറൽ ഇൻകത്തിനൊന്നും വേറെ പ്രശ്നങ്ങളില്ല. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഇതെല്ലാം പോസിറ്റീവ് ന്യൂസുകളാണ്. അപ്പം ഇത്തരത്തിലുള്ള ന്യൂസുകളുടെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു കുറച്ച് ന്യൂസുകൾ കിട്ടിയാൽ മാർക്കറ്റ് ഈ ഒരു ഡെഡ് ലോക്കിൽ നിന്ന് പുറത്ത് കിടന്ന് ഒരു പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാര്യം വാല്യുവേഷൻ വളരെ അട്രാക്റ്റീവ്. ഇതാണ് ഇപ്പോഴത്തെ യഥാർത്ഥത്തിലുള്ള സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ ഒരു ബോണ്ട് ഈൽഡിനെ കുറിച്ച് കൂടി സംസാരിക്കണം തോന്നുന്നു. കാരണം ഈ ഒരു കറണ്ട് ആയിട്ടുള്ള ഒരു കറക്ഷന് പിന്നിൽ US ബോണ്ട് ഈൽഡ് ശക്തമായിട്ട് ഉയർന്നതൊരു റീസൺ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ US ട്രഷറി ആ ഒരു ബൈബാക്ക് ഒക്കെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഈൽഡ് കുറയുന്നതുമാണ് നമുക്ക് കണ്ടത്. അപ്പോൾ ഒരു ഗ്ലോബലി ഒരു പോസിറ്റീവ് സെന്റിമെന്റ് ഓവറോൾ നമുക്ക് മാർക്കറ്റിലും കാണാൻ സാധിച്ചു. ആക്ച്വലി ഇത് ഈ ബോണ്ട് ഈൽഡ് ഇന്ത്യൻ മാർക്കറ്റിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് താങ്കൾ കരുതുന്നത്? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പണത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് നടത്തുന്ന പല ആളുകളുണ്ട്. നമ്മുടെ റീറ്റെയിൽ നിക്ഷേപകർ ഇൻവെസ്റ്റ് ചെയ്യും, ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് ബാങ്കുകൾ, അതുപോലെ ഈ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളൊക്കെ ചെയ്യും, മ്യൂച്വൽ ഫണ്ടുകൾ ചെയ്യും. ഇതൊക്കെ കൂടാതെ ഇൻഷുറൻസ് കമ്പനികൾ ചെയ്യും, സോവറിൻ ഫണ്ടുകളുണ്ട്, ചില രാജ്യങ്ങൾക്ക് തന്നെ അവരുടെ വെൽത്ത് ഉണ്ട്, പെൻഷൻ ഫണ്ടുകളുണ്ട്. അങ്ങനത്തെ ഇഷ്ടംപോലെ കാറ്റഗറി ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഇവരെല്ലാം കോമൺ ആയിട്ട് നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻവെസ്റ്റ് ചെയ്താൽ എവിടെയാണ് ഹയസ്റ്റ് റിട്ടേൺ കിട്ടുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ നോക്കുന്നത് ഫിക്സഡ് റിട്ടേൺസ്, ഫിക്സ്ഡ് ഇൻകം പ്രൊഡക്ട്സ് എന്ന് പറയും, ബോണ്ടുകളൊക്കെ ആ കാറ്റഗറി വരുന്നു. അവിടുത്തെ പ്രത്യേകത എന്താ? അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാർക്കറ്റ് താഴേക്ക് പോയെന്നൊന്നും പറഞ്ഞ് ബോണ്ട് താഴേക്ക് പോകത്തില്ല. ബോണ്ടിൻ്റെ പ്രൈസസ് താഴേക്ക് പോകും, ഇൻവെസ്റ്റ്മെൻറ്റിലൊന്നും സംഭവിക്കത്തില്ല. കാര്യം അതിൻ്റെ മെച്യൂരിറ്റി ആകുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അതിന് ഇൻട്രസ്റ്റോടെ കിട്ടും. അതാണ് ഫിക്സ്ഡ് ഇൻകം പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. വേറാസ് ഇപ്പം നിങ്ങൾ മറ്റ് കാര്യങ്ങൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള മ്യൂച്വൽ ഫണ്ടുകളിലോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് സ്റ്റോക്കിലോ ETF ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ
മാർക്കറ്റ് വേരി ചെയ്യുന്നതിനനുസരിച്ച് ഇത് ചിലപ്പം കയറാം, ചിലപ്പം ഇറങ്ങാം, അങ്ങനെ നമുക്ക് ലാഭവും നഷ്ടവും ഉണ്ടാകാം. പക്ഷേ ഫിക്സ്ഡ് ഇൻകത്തിൽ കൂടുതൽ റിട്ടേൺ അവിടെ കിട്ടും സാധാരണ രീതി. ഫിക്സ്ഡ് ഇൻകം ഒക്കെ ആവറേജ് 6-7% റിട്ടേൺ കിട്ടുമ്പം ഇന്ത്യയിൽ ഒരു ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു 13-14% റിട്ടേൺ കിട്ടും. മനസ്സിലായോ? ഇതുപോലെ ഈ പല കാറ്റഗറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റുകളുണ്ട്. ഇപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മൾ കണ്ടേക്കുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, ഈ പണം എവിടെയാണോ കൂടുതൽ, ഇപ്പോൾ ഫിക്സ്ഡ് ഇൻകം മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞാൽ ബോണ്ട് ഈൽഡ് കൂടി പോവുക. ഇപ്പോൾ കുറേയേറെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്ത കസ്റ്റമർ വിചാരിക്കും, ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കൂടി പോകുമ്പോൾ എനിക്ക് എന്തിനാണ് റിസ്ക് എടുത്ത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഞാനത് വിഡ്രോ ചെയ്ത് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതുപോലെ ബോണ്ട് മാർക്കറ്റ് താഴേക്ക് പോവുകയാണ്, റിട്ടേൺസ് കുറയുകയാണ്. അവിടെ ബോണ്ട് മാർക്കറ്റിന് വേറൊരു പ്രത്യേകതയുണ്ട്. ബോണ്ട് മാർക്കറ്റ് താഴേക്ക് പോകുമ്പം, ഉദാഹരണം പറയാം, നിങ്ങൾ ബാങ്കിൽ കൊണ്ടുപോയി ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ടു, 6% നിങ്ങൾക്ക് പലിശ കിട്ടി. നിങ്ങൾ വിചാരിക്കും വലിയൊരു സംഭവമാണ്, എനിക്ക് 6% പലിശ കിട്ടിയുള്ളത്. ആക്ച്വലി ഇവിടെ 5% ഇൻഫ്ലേഷൻ ഉണ്ട്. ഇപ്പോൾ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് റിട്ടേൺസ് എന്ന് പറയുന്നത് ജസ്റ്റ് 1% ആണ്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ടാക്സ് കൊടുക്കണം. അപ്പോൾ ഇൻഫ്ലേഷൻ ടാക്സ് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് എന്ന് പറയുന്നത് ഈ പറയുന്ന 6% എന്ന് പറഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് ശരിക്കും റിയൽ റിട്ടേൺസ് നിങ്ങൾ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ആളുകൾ കണക്ക് കൂട്ടാൻ തുടങ്ങി. അതാരെയും പറഞ്ഞിട്ട് കാര്യം, എല്ലാ മനുഷ്യരും അങ്ങനെ കണക്ക് കൂട്ടും, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും കണക്ക് കൂട്ടും. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ബോണ്ട് ഈൽഡ് താഴ്ന്നു വരികയാണെങ്കിൽ ആളുകൾ ബോണ്ട് മാർക്കറ്റിൽ നിന്ന് പുറത്ത് വന്നിട്ട്, അല്ലെങ്കിൽ ഫിക്സ്ഡ് ഇൻകം പ്രൊഡക്റ്റുകളിൽ നിന്ന് പുറത്ത് വന്ന് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ക്ലോസ് ചെയ്ത് മ്യൂച്വൽ ഫണ്ടിൽ ഇടുകയോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ മാർക്കറ്റുകൾ തമ്മിൽ, ബോണ്ട് മാർക്കറ്റും ഇക്വിറ്റി മാർക്കറ്റും കമ്മോഡിറ്റി മാർക്കറ്റും കറൻസി മാർക്കറ്റും, ഇങ്ങനെ ഈ നാല് മാർക്കറ്റുകൾ തമ്മിൽ ഇതിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ പല. കറൻസി മാർക്കറ്റിലാണെങ്കിൽ ഓരോ രാജ്യത്തിൻ്റെയും ഇമ്പോർട്ടും എക്സ്പോർട്ടും ഫോറിൻ എക്സ്ചേഞ്ച് റിക്വയർമെൻറ്റും ഒക്കെയാണ് അതിൻ്റെ വില നിശ്ചയിക്കുന്നത്, ആ രാജ്യത്തെ ഫിനാൻഷ്യൽ ഫണ്ടമെൻ്റൽസും. അപ്പോൾ ഇതനുസരിച്ച് ഈ വേരിയേഷൻ അനുസരിച്ച് പണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് സംഭവിക്കുന്നത്. ഇനി ഇപ്പോൾ സമീപകാലത്ത് അമേരിക്കയിലും വെസ്റ്റേൺ മാർക്കറ്റുകളിലും ഒക്കെ ബോണ്ട് ഈൽഡുകൾ കൂടിയതിനെപ്പറ്റി പലരും ആശങ്കകൾ പറയുന്നുണ്ട്. താങ്കൾ അതാണ് സൂചിപ്പിച്ചതെന്ന് തോന്നുന്നു. എനിക്കതിനകത്ത് പറയാനുള്ള കാര്യം വളരെ വാലിഡായിട്ടുള്ളൊരു പോയിൻ്റാണ്. അതിനകത്തുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോവിഡിന് ശേഷം ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും വലിയ തോതിൽ സ്റ്റിമുലസ് പാക്കേജ് കൊടുത്തു. എന്ന് പറഞ്ഞാൽ അവർ കണ്ടമാനം സെൻട്രൽ ബാങ്കുകൾ, ഇപ്പോൾ ഇന്ത്യയിലെ റിസർവ് ബാങ്ക് പോലെ അമേരിക്കയിലുള്ള ഫെഡറൽ റിസർവ് എന്നൊക്കെ പറയുന്നവർ വലിയ തോതിൽ പണം മാർക്കറ്റിലേക്ക് അവർ ഒഴുക്കി. ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ലിക്വിഡിറ്റി കൂട്ടിക്കൊണ്ട് ആളുകളെ ഈ കോവിഡിൻ്റെ ആ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് കരകയറ്റിക്കൊണ്ടുവരിക, എക്കണോമിയെ കരകയറ്റുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അപ്പോൾ അങ്ങനെ പണം ഒഴുകിയതിന് ശേഷം മാർക്കറ്റുകളെല്ലാം ഗ്ലോബലി സ്റ്റോക്ക് മാർക്കറ്റുകളുടെ മുകളിലേക്ക് പോയി, ബിസിനസ്സുകളൊക്കെ റിക്കവർ ചെയ്തു കോവിഡിന് ശേഷം. പക്ഷേ അതിനുശേഷം ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒഴുക്കിയ പണം പതിയെ തിരിച്ച് വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാർക്കറ്റിലുണ്ടായി. ഇതിന് കൂടാതെ തന്നെ ഇപ്പോൾ സമീപകാലത്ത് ഈ AI-യുടെ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ പല രാജ്യങ്ങളിലും വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ AI-ക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യയിലെ വലിയ കമ്പനികൾ ഇൻഫോസിസും TCS-ഉം പോലും AI-യിലോട്ട് പണം മുടക്കാൻ മടിച്ച് നിൽക്കുക. കാരണം എന്താ, അവരുടെയൊക്കെ കപ്പാസിറ്റിക്കും 10 മടങ്ങ് വലിയ തുകകളാണ് NVIDIA പോലെയുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ ഗ്ലോബൽ TSMC, ലോകത്തൊത്തിരിയുള്ള വലിയ മെറ്റ പോലെയുള്ള കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. $1 ട്രില്യൺ വരെയൊക്കെ കമ്മിറ്റ് ചെയ്തിട്ടുള്ള, ക്യാപെക്സ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുണ്ട്. അപ്പോൾ ആ ലെവലിൽ പല രാജ്യങ്ങളെക്കാളും വലുതാണ് ആ കമ്പനികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ AI-യിലേക്ക് അവർ ചെയ്യുന്നു. അപ്പോൾ അത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴും, ഈ AI ഉണ്ടാക്കുന്ന കമ്പനികളുടെയൊക്കെ ഫ്യൂച്ചർ എന്താണ്, അവർക്ക് ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാം, ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അതുതന്നെ ഇവരതിനെ ഫണ്ട് ചെയ്യുന്നത്, ഈ പ്രൊജക്റ്റുകളൊക്കെ ഇത്രയും വലിയ പ്രൊജക്റ്റുകളാണ്, ഇതിനെ ഫണ്ട് ചെയ്യുന്നത് മെയിനായിട്ട് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തും പിന്നെ ബാക്കി കോർപ്പറേറ്റ് ബോറോവിങ്സും ആണ്. അതാണ് ബോണ്ടുകൾ ഇഷ്യൂ ചെയ്തിട്ടാണ് ഫണ്ട് ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെസ്റ്റേൺ വേൾഡിൽ ഈ കോവിഡിന് ശേഷം ഈ ഇൻട്രസ്റ്റ് റേറ്റ് അധികം താഴേക്ക് വന്നില്ല. ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ട്രംപ് വന്നപ്പോൾ പറഞ്ഞിരുന്നു, ഞാനത് 3% 2%ലേക്കൊക്കെ ഇൻഫ്ലേഷൻ കൊണ്ടുപോകും, ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിരുന്നു. ഒന്നും നടന്നില്ലെന്ന് മാത്രമല്ല, ഇപ്പം ഈ 10-year ട്രഷറി നിൽക്കുന്നത് 4.7 എന്ന് പറഞ്ഞ ലെവലിലാണ് കഴിഞ്ഞ ദിവസം. 30-year ബോണ്ടുകൾ, അത് ലോങ് ടേം ബോണ്ടുകൾ വോട്ട് ചെയ്യുന്നത് 5.3 ലെവലിലാണ്. ഇതൊക്കെ ഒരു 20 വർഷത്തെ ഹയസ്റ്റ് ലെവലാണ്. നമ്മുടെ ഇവിടെ ഇപ്പോൾ 6% 7% ഒക്കെ സ്ഥിരമായിട്ടുള്ള റേറ്റാണ്. ഒരു ഡെവലപ്പിംഗ് നേഷനിലെല്ലാം ആ റേറ്റാണ്. പക്ഷേ വെസ്റ്റേൺ മാർക്കറ്റുകളിലൊക്കെ സാധാരണ 1% 2% ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളിടത്തു നിന്നാണ് ഇപ്പോൾ 5 6 ഒക്കെ എത്തിപ്പെട്ടത്. UK-ലൊക്കെ 6% ആയി. അപ്പോൾ ഇത്രയും ഹൈ ഇൻട്രസ്റ്റ് റേറ്റിൽ ബോറോ ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഇൻട്രസ്റ്റോടെ കൂടി ഇവർക്ക് വലിയൊരു ലയബിലിറ്റി വരും. അപ്പോൾ ഇവർ പല പ്രൊജക്റ്റുകളിൽ നിന്ന് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ സെല്ലിംഗ് ഉണ്ടാകും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് അനലിസ്റ്റുകളൊക്കെ പറയുന്നത്. ഓവറോൾ ഗ്ലോബൽ എക്കണോമിയെ തന്നെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. പക്ഷെ അത് ബാധിക്കണമെന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കറൻസി അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെ കമ്മോഡിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് അഡ്ജസ്റ്റ് ചെയ്തു. എന്തൊരു നാച്ചുറലി നമ്മളൊരു വെള്ളം ഒഴിച്ചാൽ ഉള്ളിടത്തോട്ട് പോയി വെള്ളം ലെവൽ ചെയ്ത് നിൽക്കുമെന്ന് പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷനാണ്. പണം എപ്പോഴും അങ്ങനെയാണ്.
പണം എപ്പോഴും റിട്ടേൺ തരുന്നിടത്തും സേഫ്റ്റി തരുന്നിടത്തും ആളുകൾ അങ്ങനെ ആ രീതിയിൽ അത് തന്നെ ബാലൻസ് ചെയ്ത് അങ്ങനെ പോയി അവസാനം കറങ്ങി തിരിച്ച് അങ്ങനെ തന്നെ വരും. അതുകൊണ്ട് ഗ്ലോബൽ എക്കണോമിയെ പൂർണ്ണമായിട്ട് ബാധിക്കണമെന്നില്ല, പക്ഷേ ഒരു ഉയർന്ന തരത്തിൽ ലെവലിലുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് അമേരിക്കൻ മാർക്കറ്റുകൾക്ക് അത്ര നല്ലതല്ല. ഈ അമേരിക്കൻ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും അമേരിക്കയുമായിട്ട് വലിയ വോളിയം ഓഫ് ബിസിനസ് ഉണ്ട്, ഇന്ത്യക്കും ഉണ്ട്. പിന്നെ അമേരിക്കൻ മാർക്കറ്റിനെ ഒരു മദർ മാർക്കറ്റായിട്ടാണ് പൊതുവെ പറയുന്നത്. അവിടെയാണ് പല കാര്യങ്ങളും ടെക്നോളജി, ഇന്നൊവേഷൻസ്, പുതിയൊരു മെഡിസിൻ കണ്ടുപിടിക്കുന്നത്, പുതിയൊരു എന്തെങ്കിലും കാര്യങ്ങൾ, എല്ലാ ഡെവലപ്മെൻറ്റ്സും അവരാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കൻ മാർക്കറ്റ് ഒരു സിഗ്നിഫിക്കൻ്റ്ലി ലാർജ് എക്കണോമി ആയതുകൊണ്ട്, ഇന്ത്യയുടെ ഒക്കെ ഒരു 5-6 ഇരട്ടി വലിപ്പമുള്ള എക്കണോമിയാണ്, ലോകത്തെ നമ്പർ 1 എക്കണോമി ആയതുകൊണ്ടാണ് എല്ലാവരും അതിലേക്ക് നോക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയിട്ട് നിൽക്കുന്നു, ഇൻഫ്ലേഷൻ ഹൈ ആയിട്ട് നിൽക്കുന്നു എന്ന് ഉള്ളത് അത്ര ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ല. അതും ഗ്ലോബൽ മാർക്കറ്റിൻ്റെ മുകളിലുള്ള ഒരു അൺസർട്ടനിറ്റിയാണ്. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഗ്ലോബലി ഈ AI ബിസിനസ്സിലൊക്കെ 1-2 കമ്പനികളൊക്കെ ഈ AI സർവൈവ് ചെയ്യും തീർച്ചയായിട്ടും. AI ഒരു അടുത്ത ടെക്നോളജി തന്നെയാണ്. അത് ഉറപ്പായിട്ടും അടുത്ത 4-5 വർഷങ്ങളിൽ കണ്ടമാനം കാര്യങ്ങൾ ചേഞ്ച് ഉണ്ടാകുമെങ്കിലും AIയിലേക്ക് ഇപ്പം നടത്തുന്ന എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും സക്സസ്ഫുൾ ആകണമെന്നില്ല. ചില കമ്പനികളേലും അതിനകത്ത് ബാങ്ക്രപ്റ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അൾട്ടിമേറ്റ്ലി ഈ ഇൻട്രസ്റ്റ് റേറ്റ് താഴ്ന്നു വരാനുള്ള സിറ്റുവേഷനാണ് ഉള്ളത്. അതുകൊണ്ട് ഈ ബോണ്ട് ഈൽഡ് കൂടി നിൽക്കുന്നതിനെപ്പറ്റി പേടിക്കേണ്ട. പിന്നെ ഇന്ന് ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഫെഡറൽ റിസർവ് ഒരു പോളിസി അനൗൺസ്മെൻറ്റിൽ ബോണ്ട് ബൈബാക്ക് പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ട്രഷറി ഓപ്പറേഷൻസ് ഒക്കെ ചെയ്ത് അപ്പോൾ ബോണ്ട് ഈൽഡുകൾ പതിയെ കൂൾ ഓഫ് ചെയ്യാൻ തുടങ്ങി. അത് തിരിച്ചൊരു 4% വന്നു കഴിഞ്ഞാൽ ഒരു കംഫർട്ട് ലെവലിലേക്ക് വരും. 5% മുകളിലേക്ക് ഈ 10 ഇയറിൻ്റെ ഈൽഡ് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പാനിക്നെസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് മാർക്കറ്റിൽ. നമുക്കിനി ഗോൾഡിലേക്ക് വരാം. അതായത് ഓരോ സാധാരണക്കാരനും ഒപ്പം തന്നെ ഇൻവെസ്റ്റേഴ്സും എല്ലാം തന്നെ വാച്ച് ചെയ്യുന്നതാണ് ഗോൾഡിന്റെ ലെവൽ എന്ന് പറയുന്നത്. ഈ ഒരു ജൂൺ ഫസ്റ്റ് വീക്കിന് ശേഷം ആദ്യമായിട്ട് ഇപ്പോൾ ഗോൾഡിന്റെ ലെവൽ നോക്കുകയാണെങ്കിൽ $4,500 പെർ ട്രോയ് ഓൺസിന് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഇപ്പോഴും അൺസർട്ടനിറ്റി തുടരുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനും ഒപ്പം ഈ ബോണ്ട് ഈൽഡ് കുറയുന്നു. ഇതൊക്കെ സത്യത്തിൽ സ്വർണത്തെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയാണോ ഉള്ളത്? എനിക്ക് സ്വർണ്ണം ഇഷ്ടമാണോ? ഓഫ് കോഴ്സ്. ഓക്കെ. അല്ല, അതെന്താ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻ്റ് അല്ലാത്ത സ്വർണ്ണങ്ങൾ ഇപ്പോൾ ഓർണമെൻറ്റ്സ് ആയിട്ട് ചെയ്യും. ഇപ്പോൾ സാധാരണക്കാരുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയും. അതിപ്പോൾ കയറിയാലും ഇറങ്ങിയാലും നമ്മൾ അതിൻ്റെ 2 പർപ്പസാണല്ലോ. ഓഫ് കോഴ്സ് കയറുന്ന അവർക്ക് സന്തോഷമാണ്, പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് അത് ഓർണമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യണം. പക്ഷേ ഗോൾഡിൻ്റെ ഒരു പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് ലാർജ് സ്കെയിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, അതായത് ഈ സെൻട്രൽ ബാങ്കുകൾ, റിസർവ് ബാങ്ക് പോലെയുള്ളവർ അവരുടെ ഒരു പെർസെൻറ്റേജ് ഓഫ് ദ റിസർവ്സ് ഗോൾഡിലാണ് കീപ്പ് ചെയ്യുന്നത്. മനസ്സിലായോ? പിന്നെ ഇൻഡസ്ട്രിയൽ പർപ്പസും ഉണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾക്കായിട്ടാണ് ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഈ ഓർണമെൻ്റൽ പർപ്പസിനായിട്ട് നമ്മുടെ നാട്ടിൽ കുറച്ച് ആളുകൾ വെയർ ചെയ്യുന്ന ഒരു സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് ഒന്നുമല്ല ഗോൾഡ്, ചെറിയൊരു പോർഷനേ ഉള്ളൂ. ഗോൾഡ് എപ്പോഴും ഒരു ബാലൻസ് ചെയ്യുന്ന ഒരു അസറ്റായിട്ടാണ് കണ്ടേക്കുന്നത്. അത് കാരണം ഈ കറൻസികൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിരുന്നു. ഗോൾഡിനെ വെച്ചിട്ടാണ് ഓരോ രാജ്യത്തിൻ്റെയും ഒരു അസറ്റൊക്കെ അവർ വിലയിരുത്തി, ആ കറൻസിയുടെ സ്ട്രെങ്തും വിലയിരുത്തുന്നത്. പിന്നെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് ഇപ്പോൾ അമേരിക്കൻ ഡോളറിനെ ഒരു റിസർവ് കറൻസി ആയിട്ട് വന്നു. പല രാജ്യങ്ങളും അതുമായിട്ട് അവരുടെ കറൻസിയെ പെഗ് ചെയ്തു, അങ്ങനെയൊക്കെ വന്നു. ഇപ്പോഴത്തെ രീതിയിൽ ഗോൾഡ് തിരികെ വരാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. വളരെ സ്ട്രോങ് ആയിട്ട് $5,500 വരെ, ഒരു ഔൺസിന് $5,600 വരെ വന്നിരുന്നു ഒരു വർഷം മുമ്പ്. അവിടെ നിന്ന് കറക്റ്റ് ചെയ്ത് $4,000 പോയിട്ട് ഇപ്പോൾ തിരിച്ച് $4,500 വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഡോളർ കുറച്ച് വീക്കാകാൻ തുടങ്ങി. ഡോളർ ഇൻഡെക്സ് ഇപ്പോൾ 98.8 വന്നു. ഡോളർ കുറച്ച് വീക്കാകാൻ തുടങ്ങി. രണ്ടാമത്തെ കാര്യം, ഇതൊക്കെ ഒരു റൊട്ടേഷനാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കുറച്ച് നാൾ ഗോൾഡ് താഴ്ന്നു കിടന്നപ്പോൾ ആളുകൾ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഗോൾഡ് ഇപ്പോൾ മുകളിലേക്ക് വന്നു. കുറച്ച് ഗോൾഡ് കഴിയുമ്പോഴത്തേക്ക് അവർ അതിൽ നിന്ന് ചിലപ്പോൾ സിൽവറിലേക്ക് പോകും, ചിലപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോകും. ഗ്ലോബലി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്ത്യക്ക് പുറത്തുള്ള മാർക്കറ്റുകളിൽ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് AI സ്റ്റോറിയിലേക്ക് കഴിഞ്ഞ 2 വർഷം പോയി. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ചൈനയിലാണെങ്കിൽ ഒരു 2-3 കമ്പനികൾ, കൊറിയയിലാണെങ്കിൽ ഇപ്പോൾ SK ഹൈനിക്സ്, സാംസങ് പോലുള്ള കമ്പനികൾ, അങ്ങനെ ഒരു തായ്വാനിലെ TSMC എന്ന് പറഞ്ഞൊരു കമ്പനി, ഈ കമ്പനികളിലേക്ക് ഡിസ്പ്രപ്പോർഷനേറ്റഡായിട്ട് വലിയൊരു തുക അങ്ങ് പോയി. എല്ലാവരും AI പുറകെ, ഇല്ലാണ്ട വലിയ സംഭവമാണ്, നമുക്ക് വലിയ നേട്ടം ഉണ്ടാകുന്നത്. ആ ഒരു പോയതിൻ്റെ ഒരു പോർഷനേലും തിരികെ വരികയും പിന്നെ ഇപ്പം ഗോൾഡ് കുറച്ച് കയറുകയാണെങ്കിൽ അവിടുന്ന് അങ്ങനെ മാർക്കറ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിനും അത് നല്ലതാണ്, ബോണ്ട് മാർക്കറ്റിനും നല്ലതാണ്, മൊത്തത്തിൽ നല്ലതാണ്. ഗോൾഡിൻ്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഔട്ട്ലുക്ക് നോക്കിയാൽ സാധാരണ രീതിയിൽ നമ്മൾ ഈ ഗോൾഡ് പ്രൈസസിൽ ഇന്ത്യൻ കൺസ്യൂമേഴ്സിൻ്റെ ഒരു ബൈയിങ് ഉണ്ടാകുന്നത് ഈ സീസണിലാണ്. ഇപ്പോൾ മാരേജ് സീസണോടെയാണ് നോർത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ നവംബർ എന്നൊക്കെ പറയുന്നത്, ഒക്ടോബർ, നവംബർ, ഡിസംബറിന് മുമ്പായിട്ട്. അപ്പോൾ ഈ ഒരു സീസണിൽ ഒരു ബൈയിങ് വരുന്നത് ഗോൾഡ് ഇൻ്റർനാഷണൽ പ്രൈസസിനൊന്നും കാര്യമായിട്ട് ബാധിക്കത്തൊന്നുമില്ല. ഇന്ത്യൻ ഗോൾഡ് പ്രൈസസിലും ഒരു ഡിമാൻഡിലും ഒക്കെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. അത് നമ്മുടെ കറൻസിയിൽ നമുക്കൊരു പ്രഷർ ഉണ്ടാക്കും. കാര്യം നമ്മളിത് ഗോൾഡെല്ലാം ഇമ്പോർട്ട് ചെയ്യുക.
അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറൻസിയിൽ ഒരു പ്രശ്നം ഉണ്ടാകും എന്നുള്ള ഒഴിച്ചാൽ സ്റ്റാൻഡ് ലോൺ ബേസിസിൽ ഗോൾഡ് ഇപ്പോൾ എല്ലാവരും ഗോൾഡ് ഒരു ചെറിയ പെർസെൻറ്റേജ് അവരുടെ പോർട്ട്ഫോളിയോയിൽ വെക്കണമെന്ന് പറയും. ഓർണമെൻറ്റ്സ് ആയിട്ട് ആവശ്യമുള്ളത് മാത്രമേ മേടിക്കുള്ളൂ എന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഓർണമെൻറ്റ്സ് ആയിട്ട് ഗോൾഡ് മേടിക്കുന്നതും വിൽക്കുന്നതും ഒക്കെ നമുക്കൊരു നഷ്ടമാണ് ശരിക്കും പറയാൻ. അപ്പോൾ അതെപ്പോഴും അതിനകത്തൊരു പക്ഷേ ഇൻവെസ്റ്റ്മെൻ്റായിട്ട് ഗോൾഡിനെ കണ്ടിട്ട് നിങ്ങൾക്കുള്ള ഒരു അസറ്റിൻ്റെ ഒരു 10% ഗോൾഡായിട്ട് ETF വഴി മേടിക്കാം, അല്ലെങ്കിൽ ഗോൾഡ് ബാർസായിട്ട് മേടിക്കാം, ഗോൾഡ് കോയിൻസായിട്ട് മേടിക്കാം. അങ്ങനെ വല്ലതും മേടിച്ച് നിങ്ങൾ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് എപ്പോഴും എല്ലാ കാലത്തും അതൊരു അപ്രീസിയേഷൻ തരുന്നതും സ്റ്റഡിയായിട്ടൊരു ഗ്രോത്ത് കിട്ടുന്നതും വലിയ ഇഷ്യൂസ്, വലിയ നാച്ചുറൽ കലാമിറ്റീസോ യുദ്ധങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പം കറൻസികളിൽ വലിയ വ്യതിയാനങ്ങളുണ്ടായാലും ഗോൾഡ് പ്രൈസസ് അവിടെ സ്റ്റേബിളായിട്ട് നിൽക്കും. അങ്ങനെയാണ് ഗോൾഡിനെ കണ്ടിരിക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻ വേറെ ചേഞ്ച് ഒന്നുമില്ല. പിന്നെ നമ്മുടെ ഒരു $5,000 അടുത്ത ഒരു വർഷത്തിൽ വീണ്ടും തിരികെ വരാം. $5,000 ഇൻ്റർനാഷണൽ വരിക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു $500 കൂടെ കയറുന്ന ഒരു കണ്ടീഷനാണ് പറയുന്നത്. അതൊക്കെ വളരെ വലിയ താമസമില്ലാതെ തന്നെ ചിലപ്പോൾ സംഭവിക്കാം. അങ്ങനെയൊക്കെയാണെങ്കിൽ കുറച്ചുകൂടി ഇവിടുത്തെ പ്രൈസും കയറാം. ഒരു പരിധി വിട്ട് ഗോൾഡിൻ്റെ പ്രൈസ് താഴേക്ക് പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി ഒരു $3,800-$3,500 താഴേക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പോകാനായിട്ടുള്ള ചാൻസ് ഇപ്പം കാണുന്നില്ല. കാരണം ഗോൾഡ് ഒരു ലെവലിലേക്ക് താഴേക്ക് പോകും, പിന്നെ അവിടെ സ്റ്റോപ്പ് ആകും. അതാണ് നമ്മൾ കണ്ടത്. പിന്നെ കയറി വരാനായിട്ട് വർഷങ്ങളെടുക്കും. പിന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ഗോൾഡ് കിട്ടിയ പോലത്തെ ഒരു റാലി, അതായത് ഒരു വർഷം തന്നെ ഗോൾഡിൽ നിന്ന് സാധാരണ രീതിയിൽ 8-9% റിട്ടേണാണ് ഗോൾഡിൽ കിട്ടുന്നത്. ഒരു 10 വർഷത്തെ ആവറേജ് എടുത്താൽ കഴിഞ്ഞ വർഷം 35% റിട്ടേൺ കിട്ടി. അങ്ങനെ അതിന് ഉണ്ടാകാൻ പോകുന്നില്ല. അതൊരു കോമ്പിനേഷൻ ഓഫ് റീസൺസ് കൊണ്ട്, ഉക്രൈൻ വാർ, റഷ്യൻ വാർ, ഇറാൻ വാർ, അങ്ങനത്തെ ഉള്ള പല യുദ്ധങ്ങളും പല രാജ്യങ്ങളുടെയും പലതരത്തിലുള്ള കളികളും ഒക്കെ കൂടെ വെച്ചിട്ടൊരു കോമ്പിനേഷൻ ഓഫ് റീസൺസ് കൊണ്ട് സംഭവിച്ചതാണ്. ഇനി അതുണ്ടാകാനുള്ള ചാൻസ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സർ, നമുക്കിനി ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ഓഹരികളെ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇനി അടുത്തൊരു റാലി എക്സ്പെക്ട് ചെയ്യുന്നത് മിഡ് ക്യാപ്പ് ഓഹരികളിലാണ് എന്ന് വലിയ രീതിയിലുള്ള ഒരു വിലയിരുത്തലുകൾക്ക് അനലിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ശരിക്കും താങ്കൾ അങ്ങനെ ഒരു മിഡ് ക്യാപ്പിൽ ഒരു റാലി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? അതും ഒരു ഷോർട്ട് ടൈം ബേസിസിൽ ഈ വിതിൻ ഇക്വിറ്റി മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിനുള്ളിൽ തന്നെ അവരൊരു സെക്ടറിൽ നിന്ന് വേറെ സെക്ടറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ചിലപ്പം ഫാർമ ആയിരിക്കും, കുറച്ച് നാൾ ചിലപ്പോൾ ഡിഫൻസ് ആയിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളത്തെ ഒരു ട്രെൻഡ് അനലൈസ് ചെയ്താൽ, പ്രത്യേകിച്ച് ക്വാർട്ടർലി റിസൾട്ട് അനലൈസ് ചെയ്താൽ ചില സെക്ടേഴ്സ്, ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത സെക്ടറിൽ ഒന്നാണ് ഡിഫൻസ്. രണ്ടാമത് നന്നായിട്ട് പെർഫോം ചെയ്ത സെക്ടറിൽ ഒന്നാണ് ഈ ന്യൂ ജനറേഷൻ സ്റ്റോക്കുകളുണ്ടല്ലോ, അതായത് ഈ എറ്റേണൽസ്, അതുപോലെ സ്വിഗ്ഗി, പേടിഎം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഡിജിറ്റൽ എക്കണോമിയുടെ സാധ്യതകൾ ഉപയോഗിക്കുന്ന സ്റ്റോക്കുകൾക്കൊക്കെ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റായി. മീഷോ എന്നൊക്കെ പറയുന്ന സ്റ്റോക്കുകളൊക്കെ കയറി. പിന്നെ ഫാർമ സ്റ്റോക്കുകളൊക്കെ കയറി. ഓറോ ഫാർമ, സൈഡസ് ലാബ്, സൺ ഫാർമ പോലെയുള്ള സ്റ്റോക്കുകൾ കയറി. ഇങ്ങനെ ചില സെക്ടേഴ്സിനാണ്. ഓട്ടോമൊബൈൽ സ്റ്റോക്കുകളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പെർഫോമൻസ് ഉണ്ടായി. മാരുതി, M&M അങ്ങനെയൊക്കെ ഉള്ളതിൽ നല്ല പെർഫോമൻസ് ഉണ്ടായി. അപ്പോൾ അശോക് ലൈലൻഡൊക്കെ. അപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഓട്ടോമൊബൈൽസ്, അതുപോലെ ഏറ്റവും നമ്പർ 1 ആയിട്ട് പോയ ഡിഫൻസ്, ന്യൂ ജനറേഷൻ ഡിജിറ്റൽ എക്കണോമി കമ്പനികൾ, ഫാർമ, ഓട്ടോമൊബൈൽസ് പോലെയുള്ള ചില സെക്ടേഴ്സാണ് വന്നിരിക്കുന്നത്. IT പോലെയുള്ള ചില മേഖലകൾ താഴേക്ക് പോയി. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയാൻ വന്ന പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ മേഖലകളിലൊക്കെ ഒത്തിരി ഗ്രൂപ്പിൽ ഷെയറുകൾ കുറവാണ്. ഈ പെർഫോം ചെയ്യുന്ന കമ്പനികൾ ഗ്രൂപ്പ് ഷെയറുകൾ ഇപ്പോൾ ന്യൂ ജനറേഷൻ എക്കണോമിയിൽ 1-2 ഷെയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇൻഡെക്സിലൊക്കെ വരുന്ന പാട്ടാകുന്നത്. ഇതേപോലെ ഡിഫൻസിലാണെങ്കിലും എടുത്താലും 2-3 കമ്പനികൾ, കൂടുതൽ കമ്പനികളും ചെറിയ രീതിയിലുള്ള ചെറിയ ടേൺ ഓവറുള്ള മിഡ് ക്യാപ്പോ സ്മോൾ ക്യാപ്പോ കാറ്റഗറിയിലാണ് ഇതിനകത്ത് കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സെക്ടേഴ്സൊക്കെ ഇപ്പം നല്ല പോസിറ്റീവായിട്ട്, ഇപ്പം ഡിഫൻസിന് കൂടുതൽ ഓർഡേഴ്സ് കിട്ടുന്നു. ഡ്രോൺ ടെക്നോളജി, മറ്റു ടെക്നോളജി എന്നൊക്കെ പറഞ്ഞ് കണ്ടമാനം ചെറിയ കമ്പനികൾക്ക് ഓർഡേഴ്സ് കിട്ടുന്നു. ഇതുപോലെ തന്നെയാണ് ഓട്ടോമൊബൈലിലാണെങ്കിൽ ഇഷ്ടംപോലെ ഇലക്ട്രിക് വെഹിക്കിളുകളും സെയിൽസൊക്കെ കൂടിയാണ് നിൽക്കുന്നത്. 2 വീലറും 4 വീലറിനും ഈവൻ ലാർജ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൽ വരെ സെയിൽസ് കൂടിയാണ് നിൽക്കുന്നത്. ഇതേ സിറ്റുവേഷനാണ് ഫാർമയിലും. എക്സ്പോർട്ട്സൊക്കെ ഇപ്പോൾ ട്രംപ് താരിഫൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടൊക്കെ കൂടിയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ചൈനയിൽ നിന്ന് അത് കുറഞ്ഞ് ഇന്ത്യൻ കമ്പനികൾക്ക് നല്ല ഓർഡേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏത് എക്കണോമിക് സിറ്റുവേഷനിലും ബിസിനസ് കൂടുതൽ കിട്ടുന്ന, അല്ലെങ്കിൽ അവരുടെ ടേൺ ഓവറും പ്രോഫിറ്റും ഒക്കെ കൂടുന്ന കമ്പനികൾക്കാണല്ലോ സ്റ്റോക്ക് മാർക്കറ്റിലെ ഡിമാൻഡ്. അപ്പോൾ ഈ കമ്പനികളിലെ സ്മോൾ ക്യാപ്പ് ഓഹരികളിലേക്ക് ഒരു റൊട്ടേഷനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ഈ അനലിസ്റ്റുകൾ പറയുന്നത്. അത് നമ്മളങ്ങനെ സ്മോൾ ക്യാപ്പെന്നോ ലാർജ് ക്യാപ്പെന്നോ വേർതിരിച്ച് കാണേണ്ട കാര്യമില്ലെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കമ്പനി പെർഫോം ചെയ്യുന്നതാണ്, സെക്ടർ നല്ലതാണെങ്കിൽ അവിടേക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരും. ആ സെക്ടറിൽ തന്നെ ഇപ്പോൾ ഇപ്പോൾ IT മേഖലയിലോട്ട് ഇപ്പോൾ കമ്പനികളൊന്നും മോശമായിട്ടൊന്നും അല്ല. ഇൻഫോസിസും TCSും ഒക്കെ എത്രയോ വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തു വരുന്ന കമ്പനികളാണ്. HCL ടെക് മഹീന്ദ്ര എന്നൊക്കെ പറയും. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് AI വന്നപ്പോൾ തൊട്ട് അത് ആ സെക്ടറിനൊരു നെഗറ്റീവ് സിറ്റുവേഷനാണ്. സ്റ്റോക്കുകൾ നല്ല കമ്പനിയാണെങ്കിലും താഴേക്ക് വരാൻ തുടങ്ങി. മിഡ് ക്യാപ്പെന്നോ സ്മോൾ ക്യാപ്പെന്നോ ഒന്നുമില്ല. പിന്നെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ലാർജ് ക്യാപ്പ് കമ്പനികളുടെ വിലയിൽ ഭയങ്കര റൈസും ഭയങ്കര ഫോളും ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. പക്ഷേ മിഡ് ക്യാപ്പ് ഓഹരികളിൽ സ്മോൾ ക്യാപ്പ് ഓഹരികളിലേക്കൊക്കെ വരുമ്പം
ഒരു ദിവസം കയറുന്നതന്നെ ചിലപ്പോൾ 5-10% ആയിരിക്കും, ഇറങ്ങുന്നതും അങ്ങനെ ആയിരിക്കും. ലാർജ് ക്യാപ് ഓഹരികളിലൊക്കെ അത്യാവശ്യം ലിക്വിഡിറ്റി ഫ്ലോട്ടും ഒക്കെ കൂടുതലായതുകൊണ്ടും ഇൻസ്റ്റിറ്റ്യൂഷണൽ പാർട്ടിസിപ്പേഷനൊക്കെ ഉള്ളതുകൊണ്ടും 3-4% കയറുമ്പോൾ തന്നെ സെല്ലിങ് വരും, ഇറങ്ങുമ്പോൾ ബൈയിങ് വരും, അങ്ങനെയൊക്കെയാണ് ഒരു ബാലൻസിൽ നിൽക്കും അത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ മിഡ് ക്യാപ്പിൽ സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനകത്ത് അതിൻ്റെതായ വേറെ റിസ്ക്കുകളുണ്ട്. എപ്പോഴും ലാർജ് ക്യാപ് കമ്പനികളാണ് സേഫ്റ്റി തരുന്നത്. കാരണം ആ കമ്പനികൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അടക്കം ഉള്ളവർ അത് വാച്ച് ചെയ്യുന്ന കമ്പനികളാണ്. നല്ല മാനേജ്മെൻറ്റ് ഉണ്ടാകും, നല്ല കംപ്ലയൻസ് ഒരു പ്രാക്ടീസൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ കമ്പനി ആക്ച്വലി നന്നായിരിക്കും. അങ്ങനത്തെ ലാർജ് ക്യാപ് കമ്പനികളാണ് നല്ലത് ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിൾ, സേഫ്റ്റി ആംഗിളിൽ. പക്ഷേ ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് മാർക്കറ്റ് ഫോളോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരും മിഡ് ക്യാപ് ഓഹരികൾ മേടിക്കുന്നു, പെട്ടെന്നൊരു ഗെയിൻ കിട്ടുന്നു, സന്തോഷത്തോടെ പോകുന്നു, അത്ര തന്നെ. പക്ഷേ അതുപോലെ തന്നെ റിസ്ക്കും ഉണ്ട് കേട്ടോ. മാർക്കറ്റ് താഴേക്ക് പോയത് കയറിയ പോലെ സ്പീഡിൽ താഴേക്ക് വരികയും ചെയ്യും. പിന്നെ ചില മിഡ് ക്യാപ് കമ്പനികളിലും മറ്റു തരത്തിലുള്ള റിസ്ക്കും ഉണ്ട്. മാർക്കറ്റ് താന്നിട്ട് പിന്നെ തിരിച്ചു കയറത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് എന്തെങ്കിലുമൊക്കെ ഫിനാൻഷ്യൽ ഇഷ്യൂസോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഇഷ്യൂസോ ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കണക്കാക്കണം. ഓക്കെ, എന്തായാലും ഓണക്കാലം ഒക്കെയാണ്. ഈ ഓണക്കാലത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് നടക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? ഇല്ല, ഓണക്കാലത്ത് സ്റ്റോക്ക് മാർക്കറ്റ് നടക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ഓണത്തിനും വർക്കിംഗ് ഡേയാണ്. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മിക്കവാറും കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഞാൻ കാണുന്നത് വർക്കിംഗ് ഡേയ്സിലാണ് സ്റ്റോക്ക് മാർക്കറ്റ് അന്നും ഫങ്ഷനിങ് ആണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഞങ്ങൾ ഓഫീസിൽ എല്ലാവരും തമാശന് പറയും, ഓണത്തിൻ്റെ അന്ന് ഞങ്ങൾ ബിരിയാണി കഴിക്കും, കാര്യം വേറെ എളുപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കും. പിന്നെ ഒരു ദിവസം നമ്മൾ ഓണാഘോഷിക്കാനായിട്ട് വെക്കും. അത് കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ചയോ അങ്ങനെയൊക്കെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ആളുകൾ ചെയ്യുന്നത്. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിന് അങ്ങനെ ഓണം പ്രമാണിച്ച് കയറുമെന്ന് ഇറങ്ങുമെന്നൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല. കാര്യം ഓണം ഒരു ഫസ്റ്റ് ഇൻഡിക്കേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഫെസ്റ്റിവൽസിലൊന്നാണ് ഓണം. ഈ സീസണിലെ ആദ്യത്തെ ഫെസ്റ്റിവലാണ്. അപ്പോൾ എല്ലാവരും നോക്കും ഓണം കഴിയുമ്പം ഓണം എങ്ങനെ പോയി, കളർഫുള്ളായിട്ട് പോയോ, സന്തോഷമാണോ, സന്തോഷം തരുന്ന ഒരു ഫെസ്റ്റിവലും ആണല്ലോ. ഫെസ്റ്റിവൽസ് പറയുമ്പോൾ സന്തോഷം വരും, എല്ലാവരും അത് എൻജോയ് ചെയ്യും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ മന്ത് എൻഡ് ആകുമ്പോൾ നമ്മൾ നോക്കുന്നത് ഓണം കൊണ്ട് എന്ത് ബിസിനസ് കൂടിയോ, എന്താണ് 2 വീലറിൻ്റെ കച്ചവടമാണോ കൂടി, അതോ കാറുകളാണോ വിറ്റത്, ഇലക്ട്രിക് കാറാണോ വിറ്റത്, അതോ വേറെ എന്തെങ്കിലും ഹോം അപ്ലയൻസസ് ആണോ വിറ്റത്, അതോ ഏത് സെക്ടറിലേക്കാണ് ബിസിനസ് വന്നത്, എവിടെയാണ് കസ്റ്റമറുടെ താല്പര്യങ്ങൾ എന്നൊക്കെ ഉള്ളതിനെപ്പറ്റി ആ ഡേറ്റയാണ് നമ്മൾ ഓണത്തിനെ പറ്റി മെയിനായിട്ട് ഓണം കഴിയുമ്പോഴാണ് ഈ മന്ദൻ്റോട് കൂടിയാണ് നോക്കുന്നത്. ഈ വർഷത്തെ ഓണത്തിന് എനിക്ക് തോന്നുന്നത് ഇപ്പം മാർക്കറ്റിന് ഒരു ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യൂ അല്ലെങ്കിലും കഴിഞ്ഞ മാസത്തെ GST കളക്ഷൻ 2.11 lakh crores ആയിരുന്നു. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓണത്തിന് മുന്നോടിയായിട്ട് ഈ ഡീലേഴ്സും മറ്റുമൊക്കെ സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങും. ഒരു മാസം മുന്നേ സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങും സാധനങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റി ഒക്കെ നന്നായിട്ട് നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി മഴയൊക്കെ ഒന്ന് കുറഞ്ഞ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് വന്നാൽ ഓണം വളരെ സന്തോഷകരമായിട്ട് വരും, ബിസിനസ്സുകാർക്കും വരും, മാർക്കറ്റിനും വരും എന്നുള്ളതാണ് മാർക്കറ്റിനെ പറ്റി ഓണത്തിനെ പറ്റിയും കൂടെ കൂട്ടി എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമുക്കിപ്പം ജോയിൻ ചെയ്യുന്നതിന് വളരെയധികം നന്ദി സാർ. മാർക്കറ്റ് ഇൻസൈഡ് വിത്ത് DBFSന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസ. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഓണം ആശംസിക്കുന്നു. സന്തോഷത്തോടു കൂടി ഓണം പോകട്ടെ, മാർക്കറ്റുകൾ നന്നാകട്ടെ. വീണ്ടും കാണാം. താങ്ക് യു. താങ്ക് യു.